ഒറ്റുതോറ്റുപോകും വിധം ഇഴയുന്ന റോഡിന് നടുവിലൂടെയുള്ള പൈപ്പിടൽ കാരണം നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ കുടുങ്ങി. അത്യാവശ്യങ്ങൾക്കായി ഈ വഴിയെ നടന്നുപോയവർ കാൽ തെന്നി പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച 10 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ വീണു. ഒരാളുടെ വാരിയലുകൾ പൊട്ടി. നാട്ടുകൾ തേങ്ങാക്കണ്ടം മലയിലെ തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിലേക്കുള്ള പൈപ്പുകൾ സ്ഥാപിക്കാനാണ് നാട്ടുകൾ പുത്തൂർ റോഡ് ഇപ്പോഴും പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. 20 ദിവസത്തോളമായി നാട്ടുകൽ പുത്തൂർ അലനല്ലൂർ റോഡ് പൈപ്പിടലിന്റെ പേരിൽ തടസ്സപ്പെടുത്തിയിട്ട്. തുടക്കത്തിൽ പ്രവൃത്തി അതിവേഗം നടന്നെങ്കിലും തള്ളച്ചിറ റോഡ് പരിസരത്തേക്ക് എത്തി റോഡ് കീറിയതോടെ പാറ കണ്ടു. പിന്നീട് പാറ പൊട്ടിക്കാതെ പൈപ്പിടൽ പ്രവൃത്തി തുടരാൻ കഴിയാതെയായി. ദിവസങ്ങളോളമായി ഇപ്പോഴും പാറ പൊട്ടിക്കാൻ മാത്രമാണ് നടക്കുന്നത്. ജനങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്ത സ്ഥിതി. സ്കൂൾ തുറന്നിട്ട് ഒരു ദിവസം പോലും ക്ലാസ്സിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാതെ വന്നതോടെ വിദ്യാർത്ഥികൾ പോലും പ്രവൃത്തിയെ പഴിക്കുന്നു. ഈ റോഡ് പണി ഓൽക്ക് തോണിയിലൊക്കെ എടുക്കണത്. ഓൽക്ക് നെയ്റ്റും അല്ലാതെയും വർക്ക് എടുക്കണ പല പണിക്കാരും ഞാൻ കണ്ടതാണ്. പക്ഷെ ഓല് തീരെ പണി എടുക്കണില്ല, ഒന്നും എടുക്കണില്ല. ഓൽക്ക് ഇഷ്ടപ്പെട്ട ടൈമിൽ ഓല് എടുക്കുക, മഴ വെച്ചാൽ ഓല് കടന്നുറങ്ങുക. എന്തത് ഇതൊക്കെ പറ്റുന്ന ഒരാൾക്കാർ കണ്ടിട്ട് ഇതിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കി. ഓലിനി അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ വെക്കേഷൻ ടൈമിൽ എടുക്കുക. അതൊന്നും ഓല് ചെയ്തില്ല. ഇപ്പൊ ഈ ടൈമിൽ തന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചാൻ വേണ്ടിയിട്ടാണ് ഓല് ചെയ്തത്. നേരം വൈകുണ്ട്. പെരയുന്ന ദിവസം ആൾക്കാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിലും കയറ്റുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വലിയ ആൾക്കാർ കാണാ വെച്ചാൽ അത്രയും പെട്ടെന്ന് ഇതിന്റെ പരിപാടി കഴിച്ചിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണം. എന്നും ഈ 2 കിലോമീറ്റർ നടന്നു വരണം. പിന്നെ പോരാത്തിന് ഇപ്പൊ ഈ പണിയായിരുന്നു അവിടെ ഫുള്ള് ചളിയാണ്. സ്കൂൾക്ക് എത്തുമ്പോക്കിന് ഫാൻഡിലും ഒക്കെ ഫുള്ള് ചളിയാവും. അങ്ങനെയൊക്കെയാണ്. ഇത് പെട്ടെന്ന് പണി തീർക്കണം. എപ്പോഴും ഞങ്ങളെ കളിയാക്കും ചെയ്യും. പുത്തൂരായിരുന്ന ഒരു റോഡ് എപ്പോഴും കേടണം. എന്നിട്ടൊന്ന് നേരായി കിട്ടിയതേനു. അപ്പൊ പിന്നെ അത് മാന്ത എന്തത്. ഞങ്ങൾക്ക് സ്കൂളും മദർസും ഒന്നും കഴിയണില്ലേ. ദിവസം ഈ 2 കിലോമീറ്റർ ഞങ്ങൾക്ക് 2 കിലോമീറ്റർ ഉള്ളു. ഇതിന്റെ അപ്പുറത്തുനിന്ന് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പല കിലോമീറ്ററിനും കുട്ടികൾ നടന്നു വരുന്നുണ്ട്. ഒന്നിനും പോവാൻ കഴിയണില്ല. 9ാം ക്ലാസ്സുകാരായ റിഫാന്റെയും അജാസിന്റെയും ഈ പ്രതിഷേധം തന്നെയാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും മുഴുവനുള്ളത്. അത്യാവശ്യ കാര്യത്തിനായി ഇതിലൂടെ നടന്നുപോയ നിരവധി ആളുകൾ 10 അടിയോളം താഴ്ചയുള്ള ഈ കുഴിയിലേക്ക് വീണിട്ടുണ്ട്. ഒരാളുടെ 3 വാരിയല്ലുകളും പൊട്ടിയതായി നാട്ടുകാർ പറഞ്ഞു. ഈ വർക്ക് കാരണം കൊണ്ട് റോഡ് മൊത്തം മാന്തിട്ടിങ്ങാണ്ട് ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ റോഡ് അത്രയും ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2-3 പേര് രാത്രി കാലങ്ങളിൽ നടന്നു പോണ സമയത്ത് ഈ കുഴിയിലേക്ക് ചാടുകയും ഒരാൾക്ക് 3 വാരിയല്ല് പൊട്ടുകയും ചെയ്തു. മറ്റു 2 പേർക്ക് നിസ്സാരമായ പരിക്കോടുകൂടെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ സംഗതി പെട്ടെന്ന് വർക്ക് പൂർത്തിയാക്കി ആളുകൾക്ക് സഞ്ചാര യോഗ്യമാക്കാനുള്ള പെട്ടെന്നുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഈ പ്രദേശവാസി എന്ന നിലക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുഴിയോട് ചേർന്ന് ചെറിയൊരു നടപ്പാതയിലൂടെയാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വാഹനം കയറാനായി ദേശീയപാതയിലേക്ക് പോകുന്നത്. മഴ പെയ്തതോടെ ഇത് ഇടിഞ്ഞ് കുഴിയിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. ജനങ്ങളുടെ ദുരിതം കണ്ട് CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടു. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ദിവസങ്ങളോളം തടസ്സപ്പെടുത്തിയുള്ള പ്രവൃത്തി ഇനി അനുവദിക്കില്ല. അടിയന്തര പരിഹാരം കാണണമെന്ന് നേതൃത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചറിയിച്ചു. 3 ദിവസത്തിനുള്ളിൽ റോഡ് യാത്രായോഗ്യമാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി CPM ലോക്കൽ കമ്മിറ്റി അംഗം EM നവാസ് പറഞ്ഞു. അറിയിച്ച പോലെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും EM നവാസ് അറിയിച്ചു. ഒന്നുകിൽ നിങ്ങൾ ഈ പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്ത വർക്കുകൾ എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മഴക്കാലം കഴിഞ്ഞ ശേഷം പൂർവ്വസ്ഥിതിയിലാക്കും വേണം റോഡ്. ഇതിൽ ജനങ്ങൾക്ക് വാഹനങ്ങൾക്കും ആളുകൾക്കും പോകാൻ രൂപത്തിൽ GSP മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് പൂർവ്വസ്ഥിതിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീ ഓപ്പൺ ചെയ്യണം. അതല്ലെങ്കിൽ രാവിലെയും രാത്രിയും പണിയെടുക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ഒരാഴ്ചക്കകം അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് ഇവിടുത്തെ പ്രവൃത്തി കഴിയുന്ന രൂപത്തിൽ കൂടുതൽ മെഷീനറീസ് ഉപയോഗിച്ച് ഇവിടെ പ്രവൃത്തി നടത്തണം എന്നാണ് ഇതിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം കൂടി നമ്മൾ കാത്തു നിൽക്കും. അതല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ളൊരു പ്രതിഷേധം, ഇവിടെ ഈ പണി നിർത്തിവെക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധവുമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്നും പുത്തൂർ വഴിയുള്ള ബസ് സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചു. സ്കൂൾ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും കിലോമീറ്ററുകളോളം താണ്ടിയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.